എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എവിടെയാ പോകുന്നതെന്നറിയോ? ഞങ്ങൾ പോകുന്നത് മഴ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ പോകുന്നത് ഷാർജേൻ്റെ ആഹ്, ഒരു ഭാഗമായിട്ടുള്ള മലീഹ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു.എയിൽ മഴ പെയ്യും, വേനൽ മഴ. അപ്പോൾ ആ മഴ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ. ആഹ് കഴിഞ്ഞ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വർഷത്തെ അല്ല കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, ഞങ്ങൾ മഴ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ മഴ കാണാൻ പോയ എടുത്ത വീഡിയോ ആയിരുന്നു. ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും അപ്ലോഡ് ചെയ്തില്ലായിരുന്നു ഇതൊന്നും. അപ്പോൾ ഞങ്ങളുടെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മുന്നേ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ പോകുന്നത് വെതർമാൻ എന്ന് പറയുന്നൊരു പുള്ളിയുടെ കൂടെയാണ് കേട്ടോ. പുള്ളിയെ ചേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പുള്ളിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ പുള്ളി ഇപ്പോൾ നമുക്കൊരു ചാനലുണ്ട്. പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാനലുണ്ട്. ആ ചാനൽ ത്രൂ പുള്ളിയുടെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യും. അത് വെച്ചിട്ട് പുള്ളിയെ ചേസ് ചെയ്തിട്ട് പോകலாம். ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുള്ളി പ്രെഡിക്റ്റ് ചെയ്തിട്ട് പുള്ളീൻ്റെ വെതർ ഫോർകാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് വെച്ചിട്ട് പുള്ളി ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉള്ള സ്ഥലം ഏതാണെന്നും, അതുപോലെ മഴയുടെ കൂടെ ആലിപ്പഴ വർഷം, അങ്ങനെ കാറ്റുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ആ ഗ്രൂപ്പിലിടും കേട്ടോ. നല്ല കാറ്റുണ്ടോ, ഒന്ന് സേഫ് ആണോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്, അതൊക്കെ പുള്ളി ഗ്രൂപ്പിലിടും. അങ്ങനെ ഞങ്ങളും തീരുമാനിച്ചാണ്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് പുള്ളിയുടെ ഗാദറിങ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾ പോകുമ്പോഴേക്കും അവരവിടെ നിന്ന് വിട്ടായിരുന്നു. ഞങ്ങളോട് 12:30 ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്ക് 1 o'clock 1:30 ഒക്കെ ആയിരുന്നു. പിന്നെ ആ ലൊക്കേഷൻ വെച്ചിട്ട് ഞങ്ങളെ ചേസ് ചെയ്ത് പിടിക്കണം കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ എന്തൊക്കെയോ കാരണം കൊണ്ട് കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല. ഈ വർഷം എന്തായാലും ഞങ്ങൾ മഴ കണ്ടിരിക്കുന്നില്ല ഒരു വാശിപ്പുറത്ത് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് നാട്ടിൽ നിന്നുള്ള ഞങ്ങളുടെ ലീവ് വരുന്നത് മഴയില്ലാത്ത ഏകദേശം ഞങ്ങൾ പോകുന്നത് ഏപ്രിൽ വിഷുവിനൊക്കെ പോകുന്നത്. അപ്പോൾ മഴയൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ വർഷവും മഴ മിസ്സാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ദുബായിൽ മഴ എങ്ങനെയും കിട്ടണമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 120 കിലോമീറ്ററോളം ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. ഈ റോഡ് നോക്കിയാൽ നിങ്ങൾ, രണ്ട് മലേൻ്റെ ഇടയ്ക്ക് കൂടിയുള്ള മലകൾ ഇടിച്ചിട്ടാണ് ഈ റോഡാക്കിയിരിക്കുന്നത് തോന്നുന്നു. നീണ്ടു നിവർന്ന് കിടക്കുന്നത്. എന്ത് രസമാണെന്നറിയോ ഡ്രൈവ് ചെയ്യാനും. ഞാനൊക്കെ ദുബായിലെത്തുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒരു സങ്കല്പമില്ല കേട്ടോ ഇവിടുത്തെ കുറിച്ച്. ഇപ്പോഴും നമ്മൾ പോയി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ നാടുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. ഇവിടെ കുറേ ചെടി ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ. അതായത് കുറേ നഴ്സറികളുണ്ട്. നഴ്സറി കണ്ടപാടെ നയനേൻ്റെ കണ്ണങ്ങോട്ടിയായി ചെടി വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ചു പോകുമ്പോൾ. അങ്ങനെ മഴ തേടിയുള്ള യാത്ര നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൊക്കേഷൻ തേടിയിട്ട് പുള്ളി ലൊക്കേഷൻ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് മേഘങ്ങൾ മാറിക്കൊണ്ട് നിൽക്കുന്നതിന് കണക്കായിട്ട് ഞാൻ പറഞ്ഞ വെതർമാൻ എന്ന് പറയുന്ന പുള്ളിയും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മേഘങ്ങൾ എവിടെ മഴ പെയ്യുന്നുള്ള ചാൻസ് ആ ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾക്ക് ഒരു ലൊക്കേഷനിലേക്ക് കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ തിരിച്ച് വരുന്ന വണ്ടികൾ കണ്ടോ, അതൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് വരുന്ന വണ്ടികളായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളിയുടെ ലൊക്കേഷൻ അപ്ഡേഷൻ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ പഴയ ലൊക്കേഷനിലേക്ക് തന്നെ പോകും. അപ്പോഴേക്കും ആൾക്കാരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടാവും. ഇവിടെ കണ്ട ഒരുപാട് മാങ്ങകൾ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് മാങ്ങകളൊക്കെ കണ്ടു. കുറേ ഫാമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ മലീഹ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. മലീഹന്ന് നമ്മൾ മദ്ഹ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ, പഴയ ടൈപ്പ് ബിൽഡിങ്ങുകളാണ് കേട്ടോ. നമ്മൾ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് ബിൽഡിങ്ങിൽ കുറേ കൂടുതലും ഗ്രോസറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ദുബായിൽ നിന്ന് ഫുള്ളി ഡിഫറെൻ്റ് ആണ് ഈ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകൾ കേട്ടോ.
ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് ഇതൊരു ചെറിയ ടൗണാണ്. ഇവരുടെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ചെറിയൊരു ടൗണാണ്. ഇവിടെയാണെങ്കിൽ കുറേ ഓട്ടുപാത്രങ്ങളും അതേപോലെ അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നിങ്ങൾ കണ്ടോ, ഇതൊക്കെ വിൽക്കാൻ വെച്ചാണ്. ഇതിനൊക്കെ ആൾക്കാർ വരും. ഇതിപ്പോൾ മസാഫി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ, മസാഫി. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും ലോക്കൽ ഫാമിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈത്തപ്പഴം നോക്കിയേ, ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പച്ചയാണ്. എന്താ നമ്മൾ പോകുമ്പോഴേ തന്നെ വണ്ടി തിരക്കുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വണ്ടികളാണ്. അതാണ് ഈ റോഡ് ഇത്ര റഷ് കേട്ടോ. നോർമലി ഈ റോഡിൽ ഇത്ര വണ്ടികളോ തിരക്കുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്ന് മഴ പെയ്യുന്നുള്ള ഒരു ന്യൂസ് കിട്ടിയത് കൊണ്ട് ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. വണ്ടികൾ കണ്ട ക്യൂ ആയിട്ട് പോകുന്ന ഇത്രയും വണ്ടികൾ, തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ നേരത്തെ വെതർമാൻ ഇട്ടിരിക്കുന്ന ലൊക്കേഷനിൽ എത്തിയിട്ടു. ഞങ്ങളിവിടെ എത്തുമ്പോഴൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ആൾക്കാർ വണ്ടികളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്. മഴ തേടിയുള്ള യാത്ര നിങ്ങളെ കണ്ടിട്ട് മഴ കാണാൻ വേണ്ടിയിട്ട് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു എന്നുള്ള അവസ്ഥയാണ് ഇവിടുത്തെ എല്ലാവർക്കും. അറബികളുണ്ട്, നമ്മളുമുണ്ട്, മലയാളികളുണ്ട്, എല്ലാ രാജ്യക്കാരും ഉണ്ട് കേട്ടോ. ഇത് ന്യൂസിലും അതേപോലെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് വരുന്നവരാണ് കേട്ടോ. മഴകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇന്നും മഴ ഉണ്ടാവുന്നില്ല ഒരു പ്രവചനത്തിൻ്റെ ന്യൂസ് കണ്ടിട്ട് അങ്ങനെ ലൊക്കേഷൻ തേടി വന്നവരാണ് കേട്ടോ കൂടുതലും. അത് കണ്ടോ, മേഘങ്ങളെല്ലാം ഡാർക്കായി ഈ സ്ഥലത്ത് എത്തുമ്പോഴേക്കും നമുക്കൊരു ഡാർക്ക് ഫീലായി കേട്ടോ. മഴ പെയ്യുന്നില്ല, കാർമേഘം മൂടി നിൽക്കുന്ന ഒരു ഫീലുണ്ട് ചില ഭാഗത്ത്. ഇവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനുള്ളതില്ല, പക്ഷേ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മഴയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ഫസ്റ്റ് ഇട്ട ലൊക്കേഷനിൽ നിന്ന് വീണ്ടും യൂ ടേൺ അടിച്ച് തിരിച്ചു വരണം കേട്ടോ. അത് കണ്ടോ, സൈഡിലേക്കൂടെ 4 വീൽ വണ്ടിയുള്ള ആൾക്കാരൊക്കെ സൈഡിലേക്കൂടെ ക്യൂടെ ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ട്, അതായത് ഈ പോകുന്ന വണ്ടികളുടെ ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ട് സൈഡിലുള്ള റോഡിലേക്കൂടെയൊക്കെ പോകണം കേട്ടോ. നമ്മൾ തിരക്ക് പിടിച്ചിട്ട് പോകാനൊന്നുമില്ല. നമ്മൾ സ്ലോലി നമ്മൾ ഇവിടുത്തെ നിയമവും റൂൾസൊക്കെ പാലിച്ച് തന്നെ പോകാനുള്ള പരിപാടിയിൽ നമ്മൾ മുന്നേയുള്ള വണ്ടിയെ ഫോളോ ചെയ്തിട്ട് തന്നെ പോയി കേട്ടോ. ഈ വണ്ടികളൊക്കെ ഫോളോ ചെയ്യുന്നത് ഈ വെതർമാൻ എന്ന് പറയുന്ന പുള്ളിയാണ് കേട്ടോ. പുള്ളിയുടെ വണ്ടി ഉണ്ടാവും മുന്നേ. അത് വെതർമാനെ കൂടാതെ UAE-ൽ 2-3 വ്ളോഗേഴ്സും കൂടിയുണ്ട് കേട്ടോ. അവരും വെതറിൻ്റെ ഫോർകാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരും കൂടിയുണ്ട്. അവർ വ്ളോഗ് ചെയ്യുന്നവരാണ്. അവരും കൂടി ഉണ്ടെന്ന് തോന്നുന്നു മുന്നിൽ. അറബികളും അതേപോലെ തന്നെ വേറെ രാജ്യക്കാരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് വെതർമാനെ മാത്രമല്ല, അത് കൂടാതെ 1-2 ആൾക്കാരും കൂടിയുണ്ട് ഇതിൻ്റെ ഫോർകാസ്റ്റിങ്ങിൽ. അവരെയും കൂടി ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും. നമ്മളിങ്ങനെ പോകുമ്പോഴുള്ള നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ക്ഷമ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. ക്ഷമയില്ലാത്തവർക്ക് ഈ പരിപാടിയൊന്നും നടക്കത്തില്ല കേട്ടോ. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നിട്ട് ഇതിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു എത്ര മണിക്കൂറായി, ഒരു 2-2.5 മണിക്കൂറോളമായി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതായത് വണ്ടി നിർത്തിയിട്ടേ ഇല്ല കേട്ടോ. 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യണം. പക്ഷെ ഞങ്ങൾ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ആവുള്ളൂ എന്ന്. അതുകൊണ്ട് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ്, ഫുഡ്, സ്നാക്സ് കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യണം. ചാരമൊക്കെ ജ്യൂസൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കരുതിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ കേട്ടോ. അല്ലാതെ വഴിയിൽ നിർത്തി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇവരെ മിസ്സാവും. പിന്നെ നമുക്ക് ആ ലൊക്കേഷനിൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിരിക്കും. എന്താ വെച്ചാൽ വണ്ടികളുടെ തിരക്കും കാര്യങ്ങളും. ഇത് കണ്ടോ നിങ്ങൾ, ട്രാഫിക്. ഈ റോഡ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ മഴ കാണാനുള്ള ട്രാഫിക് ഉണ്ടാവും. പല ദിവസങ്ങളിൽ ഇതിലൊന്നും ഒരു ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നോർമലായിട്ടുള്ളൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അധികം തിരക്കുമില്ല, വണ്ടികളൊക്കെ നോർമലായിട്ട് പോകുന്ന ഒരു വഴിയാണ്. ഇന്നിപ്പം മഴയുടെ പേര് കാരണം ആൾക്കാരെല്ലാം ഈ ഗ്രാമത്തിലേക്ക് വന്നു. ദുബായിൽ നിന്ന്, ഷാർജയിൽ നിന്നും അങ്ങനെയുള്ള റാസൽ ഖൈമയിൽ നിന്നുള്ള ഒട്ടനവധി ആൾക്കാർ ഈ ഒരു പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തിരക്ക് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ലൊക്കേഷൻ ഇത് 2-3 പ്രാവശ്യം അപ്ഡേറ്റായി. ആ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ചേസ് ചെയ്ത് പോവുകയാണ്. കുറേ വണ്ടികളൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോയി കേട്ടോ. എവിടെയൊക്കെ പോയതെന്നൊന്നും അറിയില്ല, ആരെ ഫോളോ ചെയ്യുന്നത് ഒന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾ വീണ്ടും പുള്ളി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് വീണ്ടും ഒരു 20 മിനിറ്റ് ദൂരം കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അടുത്ത ലൊക്കേഷനിലേക്ക്. അതുകൊണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കുമായിട്ട് പോവുകയാണ്. ഇത് ആരെ ഫോളോ ചെയ്യുന്നൊന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾ ലൊക്കേഷൻ മാത്രം ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. മഴ പെയ്യുന്നു തോന്നുന്നു. ഇത് എന്ന് പറഞ്ഞാൽ കുർഫുഖാനിലേക്കുള്ള റോഡാട്ടോ. കുർഫുഖാൻ മസാഫിൽ നിന്ന് കുർഫുഖാനിലേക്കുള്ള റോഡാണ്. ഇത് നല്ല മലനിരകൾക്കിടയിലൂടെ അടിപൊളി റോഡാണ്. തണുപ്പുള്ള സമയത്ത് ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ചൂട് സമയത്ത് വരണ്ടെന്നല്ല, ചൂട് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ഒന്ന് കാണാനോ ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഇങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പോകാനേ പറ്റത്തുള്ളൂ കേട്ടോ. തണുപ്പുള്ള സമയത്തൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകതരം കാഴ്ച തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുർഫുഖാനിലേക്കുള്ള ടണലിലെത്തി കേട്ടോ. ഇത് വലിയൊരു ടണലാണ്, ഭയങ്കര രസമാണ് കാണാനൊക്കെ. അതായത് ഈ പാറ തുറന്നിട്ട് കാണുന്നത്. ഇത് കണ്ടോ ഞങ്ങൾ തിരിച്ച് നേരത്തെ വന്ന റൂട്ടിൽ തന്നെ എത്തി കേട്ടോ. മാങ്ങ കണ്ടോ, ഒരുപാട് മാങ്ങ കാഴ്ചക്കുന്നു. ഇപ്പോൾ സമയമില്ല ഞങ്ങൾക്ക്, സമയം കുറച്ച് പോയിട്ട് പറിച്ചതിന്. പക്ഷേ ഇപ്പം മഴയാണ് ഞങ്ങളുടെ മെയിൻ ഫോക്കസ്, അതുകൊണ്ട് പോയില്ല കേട്ടോ. ഏകദേശം ഞങ്ങൾ എക്സാക്റ്റ് ലൊക്കേഷനിൽ എത്തിയെന്ന് തോന്നുന്നു. ഭയങ്കരം ഡാർക്കായിട്ടുണ്ട് സ്കൈ ഒക്കെ. അതേപോലെ ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്, എന്താണ് എന്നറിയില്ല. കുറേ പേരൊക്കെ തിരിച്ച് വണ്ടി യൂട്ടേണൊക്കെ അടിച്ച് പോവുക. ഇനി വണ്ടി അതിലാണോ വെതർമാൻ ഉള്ളത്, അതോ ഞങ്ങളുടെ മുന്നിലാണോ വെതർമാൻ ഉള്ളത് ഒന്നും അറിയില്ല. പക്ഷേങ്കിൽ സംഭവം പെയ്തു തുടങ്ങി. ഞങ്ങൾ പ്രതീക്ഷിച്ച മഴ കിട്ടി കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, മഴ ചാറ്റൽ മഴ വന്നു തുടങ്ങി. നമ്മളെ ഹാപ്പി ആയിട്ടോ. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മഴ വേണമായിരുന്നു, അത് വന്നു തുടങ്ങി കേട്ടോ. മഴ കിട്ടിത്തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വന്ന കാര്യം സാധിച്ചു കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എങ്ങനെ മഴയെ ചേസ് ചെയ്ത് പിടിക്കുന്നതൊക്കെ? ഞാനും ഇത് നേരിട്ട് അനുഭവിക്കുന്നത് വരെ എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഒറിജിനലാണോ ഈ പുള്ളി പറയുന്നതൊക്കെ ഫേക്കാണോ എന്നൊക്കെ ഒരു വിശ്വാസമാണ് ആയിരുന്നു. അതൊന്ന് നേരിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി കൂടിയാണ് കേട്ടോ നമ്മൾ വന്നത്, ഇത്രയും ദൂരം വന്നത്. അത് 2.5-3 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിൽ 2.5-3 മണിക്കൂർ ഡ്രൈവിങ് കേട്ടോ. അതും പിന്നെ പോയ സ്ഥലത്തേക്ക് തന്നെ യൂട്ടേൺ അടിച്ച് വരുന്നത്, നമ്മൾ മേഘങ്ങൾക്ക് കണക്കായിട്ട് ഞങ്ങൾ നീങ്ങുക എന്ന് പറയുന്നത്, അതൊക്കെ ഒരു അനുഭവിച്ച് അറിയേണ്ട കാര്യമാണ് കേട്ടോ. ഇതിപ്പം നാട്ടിലൊക്കെ മഴ എന്നെല്ലാം പറഞ്ഞത് നമ്മൾ എന്താണ് ഇത്ര ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ മരുഭൂമിയിലും അതുപോലെ ഇത്രയും ചൂടിനിടയ്ക്ക് മഴ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് പ്രത്യേക അനുഭൂതിയാണ്. ഇത് ആൾക്കാരൊക്കെ തിരിച്ച് പോകുന്നുണ്ട്. ആ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ക്യൂ കണ്ടോ, അതിൽ പുള്ളി ഉണ്ടെന്ന് തോന്നുന്നു, വെതർമാൻ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഈ ഇത്രയും ആൾക്കാരൊക്കെ യൂ ടേൺ അടിച്ച് പോകുന്നത്. നമ്മൾ അറിയത്തില്ല, നമ്മളെന്തായാലും മുന്നേ പോയിട്ട് യൂ ടേൺ അടിച്ചിട്ട് വരണം, ഇവരുടെ ബാക്കിൽ തന്നെ വരണം. അപ്പോൾ ഇതുണ്ടോ, ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ട് മഴയത്ത് നനഞ്ഞ് കളിക്കുന്നുണ്ടോ. ഇതാണ് ദുബായിയുടെ അവസ്ഥ. എന്താ വെച്ചാൽ അത്രയും ചൂടാണ്. 45 ഡിഗ്രി 42 ഡിഗ്രിയൊക്കെ ചൂടുണ്ട് ഓരോ ദിവസവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, അതായത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനുള്ള ഒരു അനുഭൂതി ഉണ്ടല്ലോ. No,
നോക്ക് ദുബായിലേ മഴ പിടിച്ചേരും പറഞ്ഞാൽ പിടിച്ചു തരും. വെതർമാൻ പറഞ്ഞു നമ്മള് ഇല്ലാണ്ട് നടക്കൂലല്ലേ പരിപാടി. ഞാനിവിടെ കോടയെല്ലാം പിടിച്ചോണ്ടിരിക്കുക. കണ്ട കണ്ട നമ്മള് നാട്ടില് മഴ മിസ്സായി. ഇവിടെ കിട്ടിയില്ല നമുക്ക് മഴ. ഓ ശരി, ഇനി ഡാൻസും കൂടി കളിക്കണം. മഴ ഇപ്പൊ പോവേ കേട്ടോ, നിർത്തിക്കോ. മഴ ഇപ്പൊ പോവല്ലേ. അറബിലും നനയുന്നുണ്ടോ? നമുക്ക് ആ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ അവിടെ നിർത്താം. ചാരു മഴ വന്നോ? ചാരുട്ടാ അനുവാട്ടാ അനുവാട്ടാ മഴ കണ്ടാ? ഇതാണ് മഴനെ പിടിച്ചേരുന്ന് പറഞ്ഞ പിടിച്ചു തന്നിരിക്കും. ചാരുവേ ഇങ്ങോട്ട് നോക്കിയേ, മഴ ഉണ്ടോ? പോത്തില്ല വീട്. എന്തോ ചാരു കിട. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കൊണ്ട് ഫോണൊക്കെ വെള്ളത്തിലാകുന്നത് കുറേ വീഡിയോസൊക്കെ മിസ്സിങ് ആയിട്ടോ. അങ്ങനെ തിരിച്ച് ദുബായിക്കുള്ള യാത്ര കേട്ടോ. ദുബായിക്ക് വരുമ്പോഴേക്കും ഇതാ ഒരു 5-8 കിലോമീറ്റർ ഇപ്പുറം വന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാണ് അവസ്ഥ. നല്ല സൺസെറ്റ് കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങളും സൈഡാക്കി കേട്ടോ. സൈഡാക്കി ചാരൂട്ടൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര വ്യൂ കേട്ടോ. മലേൻ്റെ ഇടയ്ക്ക് കൂടെ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ചാരൂട്ടനും ഹാപ്പി ആയിട്ടോ. ചാരൂട്ടൻ അങ്ങനെ ടയേർഡൊന്നുമില്ല. ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ഏകദേശം 3.5-4 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദുബായിക്ക് പോവാണ് കേട്ടോ. ദുബായിലേക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ദൂരമുണ്ട്. നമ്മൾ ഇനിയിപ്പം പതുക്കെ പോവുകയുള്ളൂ. മേ ബി 1.25-2 മണിക്കൂർ എടുക്കും. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വന്ന കാര്യം നടന്നു. ഞങ്ങൾ മഴ കണ്ടു, മഴ ആസ്വദിച്ചു. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ മഴയിൽ കളിക്കുമ്പോഴും മഴയത്ത് പോകുമ്പോഴും കുറേ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമമായിരുന്നു. നമുക്ക് എല്ലാ സീസണിലും മഴ സീസണിലും ഞങ്ങൾക്ക് ലീവ് പോവാൻ പറ്റാറില്ല. അതിന് മുന്നേ വിഷു സമയത്താണ് പോവാറ്. അങ്ങനെ നമ്മൾ ഇത്തവണ ഞങ്ങളെന്തായാലും നമ്മൾ മഴയത്ത് ആഘോഷിച്ച് ഞങ്ങൾക്ക് മഴ കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ ഇനി. അങ്ങനെ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോക്കായി കേട്ടോ. ദുബായിക്ക് പോക്കായി. ഇവിടുന്ന് 1.5 മണിക്കൂറാണ്, ഞാൻ പറഞ്ഞ പോലെ 1.5 മണിക്കൂറാണ് ദൂരമുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ദുബായിലുള്ള സുഹൃത്തുക്കളോടും ഫാമിലിയോടും പറയാനുള്ളത്, നിങ്ങളും സമയം കിട്ടിക്കഴിഞ്ഞാൽ, അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ മഴയൊക്കെ ഒന്ന് കാണാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് മഴയൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക.